മലയാളത്തിലേക്ക് ചുവടുവെക്കുന്ന കുട്ടിക്കുരുന്നുകളായ അമനിക, അൻവിയ, ആദികേശം, ആർഷ്യ, ആദിൽ, ഋതുക, രഥ, ജാൻവി, ഇഷാനി, റയാൻ എന്നിവരെ വേദിയിലേക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. Yeah.
സീബേർഡ് കൈരളി സമാജം പ്രസിഡന്റ് ശ്രീ ആന്റണി ചേട്ടൻ, ഇന്നത്തെ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, മറ്റ് വിശിഷ്ടാതിഥികളെ, സീബേർഡ് കൈരളി സമാജത്തിൻ്റെ പ്രിയപ്പെട്ട രക്ഷാധികാരികളെ, ഭാരവാഹികളെ, അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, മറ്റു സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാരവാറിൻ്റെ മണ്ണിൽ മലയാളത്തിൻ്റെ സ്നേഹവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ എല്ലാം അഭിമാനമായ സീബേർഡ് കൈരളി സമാജത്തിൻ്റെ 17ാമത് വാർഷികാഘോഷ വേദിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുക എന്നത് ഏറെ സന്തോഷകരമായ ഒരു നിയോഗമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സമാജത്തിൻ്റെ വളർച്ചയുടെ 17 വർഷങ്ങൾ ആഘോഷിക്കാനും ഒപ്പം മലയാളിയുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ ഐശ്വര്യവും നമ്മൾ കടന്ന മണ്ണിൻ്റെ ഓർമ്മപ്പെടുത്തലുമായ കേരളക്കരയുടെ സന്തോഷവും പങ്കുവയ്ക്കാനാണ്. 15 ദിവസം മാത്രം പ്രായമായ പുതിയ ഭരണസമിതിയുടെയും മുൻ ഭരണസമിതി അംഗങ്ങളുടെയും അഹോരാത്ര പരിശ്രമത്തിന് ശേഷം കുറച്ച് വൈകിയാണെങ്കിലും വാർഷികാഘോഷത്തോടൊപ്പം നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങളിപ്പോൾ. 2008 നവംബർ 1 കാർവാർ ബീച്ചിൽ ആരംഭിച്ച സമാജത്തിൻ്റെ ഇന്നോളമുള്ള പ്രവൃത്തികളെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്കാർക്കുമില്ല. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. ഈ മനോഹരമായ പുലരിയിൽ ഞാൻ ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സദയം എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥി റിട്ടയർഡ് റിയർ അഡ്മിറൽ ശ്രീ KJ കുമാർ അവർക്ക് സീബേർഡ് കൈരളി സമാജത്തിന്റെ പേരിലുള്ള ഊഷ്മളമായ സ്വാഗതം അറിയിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. നമ്മുടെ സമാജത്തിന് കരുത്തും മാർഗനിർദ്ദേശവും നൽകുന്ന ഇന്നത്തെ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സമാജം പ്രസിഡന്റ് ശ്രീ ആന്റണി അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിട്ട നാളുകളിൽ നിന്നും വിശ്രമ ജീവിതത്തിന്റെ ഇടനാഴിയിലേക്ക് ഉറ്റുനോക്കുന്ന ശ്രീ CK പ്രകാശൻ സാറിനും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും കാർവാറിനോട് താൽക്കാലിക വിട പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ പോകാൻ ഒരുങ്ങുന്ന ശ്രീ CN രാജു സാറിനും പ്രമോഷൻ എന്ന അതിമുദ്രം രുചിച്ച് ജന്മനാട്ടിലേക്ക് ട്രാൻസ്ഫറും ലഭിച്ച് മനസ്സിൽ 2 ലഡ്ഡു ഒരുമിച്ച് പൊട്ടി നിൽക്കുന്ന നമ്മുടെ സ്വന്തം സിജി സാറിനും അമ്മ മലയാളം കാർവാറിന്റെ ഓവറോൾ കോർഡിനേറ്റർ ശ്രീ ഡാനി ചേട്ടനും എൻ്റെ സ്വന്തം പേരിലും സമാജത്തിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 17 വർഷമായി കൈരളി സമാജത്തെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുത്ത നമ്മുടെ പൂർവ്വകാല ഭാരവാഹികളെയും രക്ഷാധികാരികളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ സമാജത്തിന്റെ ജീവനാഡിയായ എന്നും സമാജത്തിന് താങ്ങും തണലുമായി നിലകൊള്ളുന്ന സീബേർഡ് കൈരളി സമാജത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ആഘോഷം വിജയകരമാക്കാൻ സഹകരിച്ച മറ്റെല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ വേദിയിലേക്ക് സഹർഷം വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കാർവാർ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ വാസുദേവൻ അവർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരും മണിക്കൂറുകളിൽ നമുക്ക് ഓണത്തിന്റെയും കേരളപ്പിറവിയുടെയും നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുള്ളതാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. കാര്യപരിപാടിയുടെ അധ്യക്ഷൻ സമാജം പ്രസിഡന്റ് ശ്രീ ആന്റണി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ എന്നും ഇവിടെ ഉണ്ടായിരുന്ന അന്ന് മുതൽ നമ്മളോടൊപ്പം അടുത്തുനിന്നിട്ടുള്ള KJ കുമാർ സാർ, വേദിയിലിരിക്കുന്ന എത്രയും അതിവിശിഷ്ടരായ നമ്മുടെ സമാജം അംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുട്ടികളെ, സീബേർഡ് കൈരളി സമാജത്തിൻ്റെ വാർഷികാഘോഷവും അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇത്തിരി താമസിച്ചാണെങ്കിലും ഓണാഘോഷം ഇതിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് എന്നും ഓണം നമ്മുടെ എന്നും ഒരു വലിയ ഒരു വികാരമാണ്. പൊൻചിങ്ങൽ മാസത്തിലെ തിരുവോണ നാളിൽ തുടങ്ങുന്ന ഓണം
മലയാളിക്ക് ഇന്ന് കന്നിയും തുലാമും ഒക്കെ കഴിഞ്ഞും വരെ ഓണം ആഘോഷിക്കുന്ന മലയാളിയാണ്. അത്രക്ക് അലിഞ്ഞു കിടപ്പിടിക്കാണ് മലയാളിക്ക് ഓണം. പണ്ടൊക്കെ പറയാമായിരുന്നു ഓണം കയറാൻ മൂലകളെന്ന്. ഇന്ന് അങ്ങനെയുള്ള മൂലകളില്ല. എല്ലായിടത്തും നമുക്ക് ഓണമാണ്. മലയാളം എന്ന ഭാഷ അല്ലെങ്കിൽ കേരളം രൂപം കൊള്ളുന്നത് 1956 അന്നു മുതൽ മലയാളി നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ തന്നെ മുന്നിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അതിന് മലയാളത്തെ അല്ലെങ്കിൽ മലയാളിയെ സ്വാധീനിച്ചത് നമ്മുടെ പൗരാണിക കവികളും നമ്മുടെ ദാർശനികരായ ആദർശധീരരായ നമ്മുടെ നേതാക്കന്മാരുമാണ്. 56 മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ട് വികസനത്തിൻ്റെയോ അല്ലെങ്കിൽ വളർച്ചയുടെയും നമ്മുടെ വ്യക്തിമുദ്രയുടെ ഭാഗങ്ങൾ. അന്നു മുതൽ ഇന്ന് വരെ ഈ കേരളപ്പിറവി വരെയും നമ്മൾ പല പല ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് കടക്കുകയാണ്. ഇനിയും നമ്മൾ തോക്കില്ല, ഇനിയും നമ്മൾ പുറകോട്ട് പോകില്ല. എല്ലാ കാര്യത്തിനും മലയാളി മുന്നിൽ തന്നെ വേണം. അത് ഇവിടെ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ ഓരോ കോണിലും യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഇനി വേണ്ട ഏത് സംസ്ഥാനങ്ങളിലും ഏതൊരു ഗ്രാമത്തിലായാലും 10 മലയാളി ഉണ്ടോ അവിടെ അവർ ഒന്നിച്ചുകൂടി ദേശ ഭാഷ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒന്നിച്ചുകൂടി ഓണം ആഘോഷിക്കുന്ന ഒരു ദൃഢത മലയാളിനെ മനസ്സിൽ വയലാറും വയലോപ്പള്ളിയും എല്ലാമാണ്. അതെന്നും നിലനിന്ന് പോകും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മ മലയാള കുട്ടികൾ അവരാണ് നമ്മുടെ ഭാവി തലമുറ. അവരെ നമ്മളെന്നും കൂടെ പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരം വളർന്നു വരുന്ന സംസ്കാരത്തിനോടൊപ്പം ലയിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്കാരം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകട്ടെ. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. ഇനി നമ്മുടെ അടുത്തത് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ദീപം തെളിത്തിക്കൊണ്ട് നിലവിളക്ക് കളത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. ദീപം കൊളുത്തി നമ്മുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റിന്റെ ഭാര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു.